Okay, so our next topic is remote method invocation. Remote method invocation, simply called as RMI. റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം, അഡ്വാൻസ്ഡ് ജാവ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഗ്രാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അതിന് ഉള്ള ഫെസിലിറ്റീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോമാണ് അഡ്വാൻസ്ഡ് ജാവ 2 EE എൻ്റർപ്രൈസ് എഡിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം, ഓരോ ഫങ്ഷൻസോ അല്ലെങ്കിൽ സെപ്പറേറ്റ് കോമ്പണൻസ് ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പ്രോഗ്രാംസിൽ രണ്ട് EJB കോമ്പണൻസ് തമ്മിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് രണ്ട് സെർവേഴ്സിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള EJB കോമ്പണൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ, അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെത്തേഡ് കോൾസ് വഴിയാണെങ്കിൽ അതിലാണ് നമുക്ക് RMI റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ യൂസ് വരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ട് JVMs തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷനിൽ നടക്കുന്നത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഇതിന് മുമ്പേ ഉള്ളൊരു കൺസെപ്റ്റാണ് കോർബ എന്ന് പറയുന്നത്, കോമൺ ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കർ ആർക്കിടെക്ചർ. കോമൺ ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കർ ആർക്കിടെക്ചർ കോർബ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഡിഫറെൻറ്റ് കോമ്പണൻസ് തമ്മിലുള്ള റിമോട്ട്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള റിമോട്ട്ലി ഹോസ്റ്റഡ് ആയിട്ടുള്ള രണ്ട് കോമ്പണൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഫെസിലിറ്റീസ്, അതിനുള്ള പ്ലാറ്റ്ഫോം സെറ്റപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് കോർബ എന്ന് പറയുന്നത്. കോർബയിലെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതിൻ്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രണ്ട് കോമ്പണൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ഡെവലപ്ഡ് ആണെങ്കിൽ പോലും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിയിലോ മറ്റേതെങ്കിലും ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോമ്പണൻറ്റ് അല്ലെങ്കിൽ അതിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ അതിനെ നമുക്ക് ഒരു ജാവ പ്രോഗ്രാം വെച്ചിട്ട് കോൾ ചെയ്യാൻ സാധിക്കുമെന്നതാണ് കോർബ പ്രോട്ടോക്കോളിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇവിടെ RMI എന്ന് പറയുന്നത് കുറച്ചും കൂടെ ജാവയിലേക്ക് മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, കോംപ്ലിക്കേഷൻസ് കുറവായിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് സത്യം പറഞ്ഞാൽ RMI എന്ന് പറയുന്നത്. റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ RMI പ്രോട്ടോക്കോൾ ഉണ്ട്. അപ്പോൾ റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ പോസിബിൾ ആക്കുന്ന RMI എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ജാവ സപ്പോർട്ട് ചെയ്യുന്നു. RMIൻ്റെ സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത്, ഇതിൽ രണ്ട് കോമ്പണൻറ്റും ഒരേ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് ഡെവലപ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം, ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ റൺ ടൈം ജാവ വെർച്വൽ മെഷീനിലാണ് അത് റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ രണ്ട് പ്രോഗ്രാമും, ഇപ്പോൾ കോൾ ചെയ്യുന്ന പ്രോഗ്രാമും മെത്തേഡ് കോൾ ചെയ്യുന്ന പ്രോഗ്രാമും അതേപോലെ മെത്തേഡ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമും, ആ രണ്ട് പ്രോഗ്രാമും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള JVM മെഷീൻസിലായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക. ആ രണ്ട് JVMs തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാക്കേജ് java.rmi പാക്കേജിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി RMI യൂസ് ചെയ്യുന്നത് സെർവർ ആൻഡ് ക്ലയൻറ്റ് തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം സെർവർ ക്ലയൻറ്റ് എന്നൊക്കെയുള്ള ടേംസ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. പക്ഷേ ആ ഒരു മീനിങ്ങിലല്ല നമ്മളിവിടെ അത്രയും ഫങ്ഷനാലിറ്റീസും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മീനിങ്ങിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സെർവറും ക്ലയൻറ്റും എന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഒരു എൻഡ് യൂസറിനെയാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. സെർവർ എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡറുമാണ്. ഇവിടെ രണ്ട് ക്ലയൻറ്റും സെർവറും നമ്മൾ നോർമൽ കണ്ടെക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെർവേഴ്സ് ആയിരിക്കാം. അതിൽ ഏത് സെർവറാണോ വേറൊരു സെർവറിൻ്റെ സർവീസിന് റിക്വസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഒരു മെത്തേഡ് കോൾ ഇൻവോക്ക് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയുക. ആ മെത്തേഡ് കോൾ എവിടെയാണ് ആ മെത്തേഡ് കറക്റ്റ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്, ആ ഒരു സെർവറിനെയാണ് നമ്മൾ സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെർവർ എന്ന് പറയുന്നത് ഏത് ഡിവൈസ് അല്ലെങ്കിൽ ഏത് JVM ആണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ മെത്തേഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണോ
അതിനെയാണ് നമ്മൾ സെർവർ എന്ന് പറയുന്നത്. അതുപോലെ ആ മെത്തേഡിനെ കോൾ ചെയ്യുന്നത് ആരാണോ അതാണ് നമ്മളുടെ ക്ലയൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവീസ് റിസീവ് ചെയ്യുന്നത് ആരാണോ, സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ആരാണോ അയാളാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണോ അതിനെയാണ്, ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സെർവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു മെത്തേഡ് ഇൻവോക്കേഷൻ്റെ കേസിൽ സിസ്റ്റം 1 ഒരു ക്ലയൻറ്റും സിസ്റ്റം 2 ഒരു സെർവറുമായിരിക്കാം. പക്ഷേ അതേസമയം മറ്റൊരു മെത്തേഡ് ഇൻവോക്കേഷൻ്റെ കേസിൽ സിസ്റ്റം 2 ഒരു ക്ലയൻറ്റും സിസ്റ്റം 1 ഒരു സെർവറും ആവാനുള്ള സാധ്യത നമുക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സിസ്റ്റം 1 ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന പല ഫംഗ്ഷൻസും സിസ്റ്റം 2 യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ സിസ്റ്റം 2 ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന പല ഫംഗ്ഷൻസും സിസ്റ്റം 1 കോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ക്ലയൻറ്റ് ആൻഡ് സെർവർ എന്നുള്ള 2 ടേംസ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലയൻറ്റിന് ഒരു സെർവർ സർവീസ് നീഡഡ് ആയിട്ടുള്ള സമയത്ത് അത് ആ സെർവറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് റെഫറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആ ഒരു റിക്വസ്റ്റ് RMI പ്രോട്ടോക്കോളൊക്കെ വെച്ച് പ്രോസസ്സ് ചെയ്ത് അത് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു RMI ആർക്കിടെക്ചർ എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ചും കൂടെ സ്ലൈഡ്സ് നമ്മൾ കണ്ടു കഴിയുമ്പം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ 2 രീതിയിൽ ഒരു ക്ലയൻറ്റിന് റിമോട്ട് ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞു സെർവറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് റെഫറൻസിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നത് ക്ലയൻറ്റ്. അപ്പോൾ അതുപോലെ ഉള്ള ഒബ്ജക്റ്റ് റിമോട്ട് ഒബ്ജക്റ്റിനെ ക്ലയൻറ്റിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 രീതിയിലാണ്. ഐദർ ബൈ യൂസിങ് ദ RMI നെയിമിംഗ് രജിസ്ട്രി ഓർ ബൈ പാസിങ് എ സ്ട്രിങ് ദാറ്റ് റെഫറൻസസ് ദ റിമോട്ട് ഒബ്ജക്റ്റ്. 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നമുക്ക് ആ റിമോട്ട് ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് സ്ട്രിങ് പാസ് ചെയ്തിട്ട്, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് RMI നെയിമിംഗ് രജിസ്ട്രി യൂസ് ചെയ്തിട്ട്. നമുക്കറിയാം Java 2 EEയിലെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറാണ് ജാവ നെയിമിംഗ് ഡയറക്ടറി ഇൻ്റർഫേസ് എന്ന് പറയുന്നത്, JNDI, ജാവ നെയിമിംഗ് ആൻഡ് ഡയറക്ടറി ഇൻ്റർഫേസ്. അപ്പം നെയിമിംഗ് ആൻഡ് ഡയറക്ടറി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലുള്ള നെയിമിംഗ് രജിസ്ട്രീൻ്റെ ഒരു മെത്തേഡ് ഫങ്ഷനാലിറ്റി നമുക്ക് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് RMI രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ റിമോട്ട് ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ 2 മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ റിമോട്ട് ഒബ്ജക്റ്റ് റെഫറൻസിന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും തിരിച്ച് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത് RMI നമുക്ക് റിട്ടേൺ ആയിട്ട് തരുന്നത് റെഫറൻസ് ടു ദ റിമോട്ട് ഒബ്ജക്റ്റ് ആണ്. ആ റിമോട്ട് ഒബ്ജക്റ്റ് റെഫറൻസ് യൂസ് ചെയ്തിട്ടാണ് ക്ലയൻറ്റ് ഒരു റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി ആ ഒരു റിമോട്ട് ഒബ്ജക്റ്റ് റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ലോക്കൽ JVMൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡിനെ കോൾ ചെയ്യുന്ന അത്രയും സിമ്പിളായിട്ട് തന്നെ ക്ലയൻറ്റ് JVMന് ഒരു റിക്വസ്റ്റിനെ, ഒരു മെത്തേഡ് കോളിനെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. ഇനി RMI തന്നെയാണ് അതിലെ നെറ്റ്വർക്ക് ട്രാൻസ്മിഷൻ ഓഫ് റിമോട്ട് ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. അപ്പോൾ ക്ലയൻറ്റ് ഒരു ഒബ്ജക്റ്റ് റെഫറൻസിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ക്ലയൻറ്റ് അത് ലോക്കൽ JVMൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ലോക്കൽ JVMൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുന്ന അത്രയും സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് പക്ഷേ അതെവിടെയാണോ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്, ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മളുടെ ആ ഒരു ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മളുടെ RMI പ്രോട്ടോക്കോളാണ്. അതിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും ഡീൽ ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ഡെവലപ്പറിന് പ്രത്യേകിച്ച് കോഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഒബ്ജക്റ്റ് റെഫറൻസിനുള്ള റിക്വസ്റ്റ് അല്ലെങ്കിൽ മെത്തേഡ് കോൾ എന്നൊക്കെ പറയുന്നത് അത് അതിൻ്റെ എല്ലാ ബിഹേവിയറും പെർസിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ ബൈറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മളുടെ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെയൊക്കെ ഫങ്ഷനാലിറ്റീസ് യൂസ് ചെയ്ത് അതിനെ നെറ്റ്വർക്കിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാർഷാലിംഗ് അൺമാർഷാലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സും കൂടിയുണ്ട് നമ്മൾ പറയും. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് RMI ആർക്കിടെക്ചർ. അപ്പോൾ RMI ആർക്കിടെക്ചറിൽ മെയിനായിട്ടും നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ
3 ലെയേഴ്സ് ആണുള്ളത്. ആപ്ലിക്കേഷൻ ലെയർ, പ്രോക്സി ലെയർ, റിമോട്ട് റെഫറൻസ് ലെയർ. ഇതിൽ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്, സെർവർ പ്രോഗ്രാമും ക്ലയൻറ്റ് പ്രോഗ്രാമും, എൻഡ് ടു പ്രോഗ്രാംസ് ആണ്. അപ്പോൾ അതിൽ ക്ലയൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്കറിയാം ക്ലയൻറ്റ് യൂസ് ചെയ്യുന്ന പ്രോഗ്രാം, അതുപോലെ സെർവർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോക്സി ലെയർ ആണ്. പ്രോക്സി ലെയർ, അപ്പോൾ ഈ ക്ലയൻറ്റും സെർവർ പ്രോഗ്രാമും തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും RMIയിൽ നടക്കുന്നില്ല. ക്ലയൻറ്റ് സ്റ്റെബുമായിട്ടാണ്, സ്റ്റെബ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് ജനറേറ്റഡ് ബൈ RMI കമ്പൈലർ. ശ്രദ്ധിക്കുക, പ്രോഗ്രാമർ ഡെവലപ്പ് ചെയ്ത് പ്രോഗ്രാമർ ലൈൻ ബൈ ലൈൻ എഡിറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാൻ പറ്റും അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സ്റ്റെബ് എന്നും സ്കെലിറ്റൺ എന്നും പറയുന്നത് 2 പ്രോഗ്രാംസ് ആണ്. ആ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് RMI കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഈ 2 പ്രോഗ്രാംസ് ഒരു 2 സൈഡിലും, ക്ലയൻറ്റ് സൈഡിലും സെർവർ സൈഡിലും പ്രോക്സീസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ക്ലയൻറ്റ് പ്രോഗ്രാം സ്റ്റെബിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓരോ സമയത്തും അതിന് ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്യേണ്ട സമയത്ത് സ്റ്റെബിലേക്ക് സിമ്പിളായിട്ടൊരു മെത്തേഡ് കോളാണ് അത് ഇൻവോക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കെലിറ്റൺ ആണ് സെർവറിൽ നിന്ന് ഓരോ റിക്വസ്റ്റും, അതായത് ക്ലയൻറ്റിൽ നിന്നും സ്റ്റെബ് വഴി റിമോട്ട് റെഫറൻസ് ലെയർ വഴി നെക്സ്റ്റ് നെറ്റ്വർക്കിൽ കയറി അവിടുത്തെ സ്കെലിറ്റന് കിട്ടുന്ന ഓരോ ക്ലയൻറ്റ് റിക്വസ്റ്റിനെയും സിംപ്ലി സെർവറിലേക്ക് ഒരു മെത്തേഡ് ഇൻവോക്കേഷൻ ആയിട്ട് പാസ് ചെയ്യുന്നത് ഈ ഒരു സ്കെലിറ്റൺ എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ കാണിക്കുന്ന പോലെ തന്നെ ഡയറക്റ്റ് ക്ലയൻറ്റ് പ്രോഗ്രാം കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും നടക്കുന്നില്ല. ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡിനെ കോൾ ചെയ്യാണ് ക്ലയൻറ്റ് പ്രോഗ്രാം ചെയ്യുന്നത് എങ്കിൽ കൂടി അത് രണ്ടും 2 നെറ്റ്വർക്കിലാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് പ്രോഗ്രാം സിംപ്ലി സ്റ്റെബുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റെബിലേക്കാണ് ലോക്കൽ മെഷീനിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന പോലെ തന്നെ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. അത് റിമോട്ട് റെഫറൻസ് ലെയർ വഴി, നമ്മളുടെ റിമോട്ട് റെഫറൻസ് ലെയറിൽ റിമോട്ട് റെഫറൻസിൻ്റെ ഒരു ലെയറും ട്രാൻസ്പോർട്ട് ലെയറും നമുക്കിവിടെ കാണാൻ സാധിക്കും. റിമോട്ട് റെഫറൻസ് ലെയർ എന്ന് പറയുന്നത് RMI സർവീസസ് എല്ലാം പോസിബിൾ ആക്കാനുള്ള സ്പെഷ്യലൈസ്ഡ് RMI പ്രോട്ടോകോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെയറാണ് ഇതിൽ സ്പെഷ്യലായിട്ടുള്ളത്. ബാക്കി ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ISO OSI ലെയറിലെ ഒരു പാർട്ടായിട്ടുള്ള ലെയേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ലെയേഴ്സിലെ ഒരു ലെയർ നമ്മൾ ഇതിനു മുമ്പേ പഠിച്ചിട്ടുള്ള ട്രാൻസ്പോർട്ട് ലെയർ സെയിം തന്നെയാണ്. അവിടെ തൊട്ട് താഴേക്കുള്ളത് നമ്മൾ അതിൽ പഠിച്ചിട്ടുള്ള സെയിം ആയിട്ടുള്ള ലെയേഴ്സ് തന്നെയാണ് വരുന്നത്. ഇതിൽ സ്പെഷ്യലായിട്ട് RMI പ്രോട്ടോകോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള റിമോട്ട് റെഫറൻസ് ലെയറാണ് ഇതിന് RMI സർവീസസിന് വേണ്ടിയിട്ട് പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ഇതുവഴി കിട്ടുന്ന എല്ലാ റിക്വസ്റ്റും സെർവറിലേക്ക് പാസ് ചെയ്യുന്നത് സ്കെലിറ്റൺ വഴിയാണ്. സ്കെലിറ്റണിലാണ്. അപ്പോൾ നമുക്കിവിടെ സെർവർ പ്രോഗ്രാം സൈഡിൽ സ്കെലിറ്റൺ ആണ് ക്ലയൻറ്റിൻ്റെ ഒരു പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ക്ലയൻറ്റ് സൈഡിൽ സ്റ്റെബാണ് സെർവറിൻ്റെ ഒരു പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്ക് RMI ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന ഒരു സ്ലൈഡ്. ദിസ് ലെയർ ഈസ് നത്തിങ് ബട്ട് ദ ആക്ച്വൽ സിസ്റ്റം ഇൻവോൾവ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ആക്ച്വൽ സിസ്റ്റംസ് ആണ് ക്ലയൻറ്റും സെർവറും ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. RMI ഈസ് നത്തിങ് ബട്ട് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ JVMs പ്ലേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് സിസ്റ്റംസ്. നമുക്കറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് പ്രോക്സി ലെയർ. ഞാൻ പറഞ്ഞു പ്രോക്സി ലെയർ കൺസിസ്റ്റ് ഓഫ് പ്രോക്സീസ് ഫോർ ക്ലയൻറ്റ് ആൻഡ് സെർവർ. Stub is the client side proxy and skeleton is server side proxy. Stub and skeleton are not separate system, but they are after all programs placed on client and server. The stub and skeleton are not hard coded by the programmer, but they are generated by RMI compiler. Stub is placed on client side and skeleton is placed on the server side. The client server communication goes through these proxies. Client sends its request of method invocation to stub. Stub in turn sends the request to skeleton. Skeleton passes the request to the server program. Server executes the method and sends the return value to the skeleton. Skeleton sends to stub and stub to the client program. ഇങ്ങനെയാണ് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ പോസിബിൾ ആവുന്നത് RMIയിൽ. അപ്പോൾ ഇതിൽ നമ്മളുടെ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നു. ആ റിക്വസ്റ്റ് സ്റ്റബിലേക്ക് കിട്ടുന്നു. സ്റ്റബ് അതിനെ ഡയറക്റ്റ്
റിമോട്ട് റെഫറൻസ് ലെയറിലേക്കാണ് കൊടുക്കുന്നത്. ആ റിമോട്ട് റെഫറൻസ് ലെയർ എന്ന് പറയുന്നത് RMI പ്രോട്ടോകോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ RMI പ്രോട്ടോകോളിന് പ്രോസസ്സ് ചെയ്യാനും നമുക്കറിയാം ആ ഒരു റിക്വസ്റ്റിനെ ഒരു നെറ്റ്വർക്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള വേറൊരു സിസ്റ്റത്തിലേക്ക് റൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് IP അഡ്രസ്സ് അതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ആ ഒരു ട്രാൻസ്മിഷന് ത്രൂ നെറ്റ്വർക്ക് ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഒരു പ്രോസസ്സാണ് മാർഷാലിംഗ് ആൻഡ് അൺമാർഷാലിംഗ് എന്ന് പറയുന്നത്. മാർഷാലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ പ്രോഗ്രാമിൽ നിന്ന് വരുന്ന ഒരു മെത്തേഡ് ഇൻവോക്കേഷൻ റിക്വസ്റ്റിനെ അതിലെ നെറ്റ്വർക്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഫോമാറ്റിലേക്ക് മാറ്റുന്നതിനെയാണ് മാർഷാലിംഗ് എന്ന് പറയുക. അതുപോലെ തന്നെയാണ് അപ്പോൾ സ്റ്റെബാണ് നമുക്ക് മാർഷാലിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്തു തരുന്നത്. സ്റ്റെബ് RR ലെയറിലേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മളുടെ റിക്വസ്റ്റിനെ മാർഷാൽ ചെയ്ത് അതിന് RMI പ്രോട്ടോകോൾ വെച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷനാണ് അൺമാർഷാലിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് RR ലെയറിൽ നിന്നും സ്കെലിട്ടനിലേക്ക് എടുക്കുമ്പോൾ സ്കെലിട്ടൺ ആണ് അതിനെ അൺമാർഷാൽ ചെയ്ത് അതിന് കറക്റ്റ് ഒരു പ്രോഗ്രാമാറ്റിക് സ്ട്രക്ചറിൽ അതിന് കറക്റ്റ് ഒരു മെത്തേഡ് ഇൻവോക്കേഷൻ്റെ ഒരു റിക്വസ്റ്റിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് അതിനെ സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് ആയിട്ട് തന്നെ സെൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് RMI മെക്കാനിസം ഇംപ്ലിസിറ്റ്ലി സീരിയലൈസ് ദ ഒബ്ജക്റ്റ് ഇൻവോൾവഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് റിക്വസ്റ്റിന് ഒരു മെത്തേഡ് ഇൻവോക്കേഷൻ്റെ ഒരു റിക്വസ്റ്റിനെ നമുക്ക് നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സീരിയലൈസ് ചെയ്യുക എന്നൊരു പ്രോസസ്സ് ഉണ്ട്. ആ ഒരു പ്രോസസ്സ് RMI മെക്കാനിസം ഇംപ്ലിസിറ്റ്ലി ആണ് ചെയ്യുന്നത്. നമുക്ക് പ്രോഗ്രാമർക്ക് അതിൻ്റെ ഒരു ഓവർഹെഡും വരുന്നില്ല. സ്റ്റെബാണ് മാർഷാൽ ചെയ്യുന്നത്. Unmarshalled by the skeleton in the original format and passed to the server. Similarly from server to client also. നമുക്ക് അൺമാർഷാൽ സ്ട്രീമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ടൈപ്പ് ഒബ്ജക്റ്റിനെയും നമുക്ക് ഈ മാർഷാൽ സ്ട്രീമിൽ അൺമാർഷാൽ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് പാരാമീറ്റേഴ്സ്, എക്സെപ്ഷൻസ്, എറേഴ്സ് എന്തിനെ മീൻ ചെയ്യുന്ന, എന്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒബ്ജക്റ്റ് ആയാലും എന്തിനെ റെഫറൻസ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റ് ആയാലും നമുക്ക് ഈ ഒരു രീതിയിൽ മാർഷാലിംഗ് സ്ട്രീമായിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. Marshalling and unmarshalling are done by the RMI runtime mechanism implicitly without any programmer extra coding. Next layer ആണ് remote reference layer. Remote reference layer is responsible for object communication and transfer of object between client and server. ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി രണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മളുടെ ഈ ഒരു ലെയറിലാണ്. RMI പ്രോട്ടോകോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലെയറിലാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ ഒബ്ജക്റ്റ് റിക്വസ്റ്റിനെ മാർഷാൽ ചെയ്തിട്ടും അൺമാർഷാൽ ചെയ്തിട്ടുമാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. The marshaled stream is passed to RR layer, remote reference layer. Task of the RRL is to identify the host, that is remote machine. The marshaled stream is passed to transport layer which performs the routing. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ RMIൻ്റെ കൺസെപ്റ്റ്, അതുപോലെ സ്റ്റെബ്, സ്കെലിട്ടൺ, അതുപോലെ RMI ആർക്കിടെക്ചറിലെ 3 ലെയേഴ്സ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഒരു സിമ്പിൾ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ, RMI ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.